ഹായ് ഫ്രണ്ട് സ്റ്റോറി ഇട്ട് പോവാം. ഇത് നടന്നല്ലോ എന്ന് രണ്ടുപേരും റേഷനായിരുന്നു. ശരി, ഓക്കെ. ഡേയ്സ് പോ തുടങ്ങി. ഹീറോയ്ക്ക് ഒന്നും അറിയില്ല. പാവം മിയക്ക് ഒന്നും അറിയില്ലായിരുന്നു. മിയക്ക് എൻഗേജ്മെൻ്റ് ആയിരുന്നു. മിയക്ക് ഒന്നും മനസ്സിലായി. മിയക്ക് ഒന്നും മനസ്സിലായി. ഇവർ 7 വരെ ഹീറോയിൻ മിയക്ക് ഒന്നും അറിയില്ല. ഒരു പ്രൊഫസർ അതിന് വീട് ഇപ്പാണ് മിയ നോക്കുന്നത്. അവർ വീട് ഒന്നും കണ്ടില്ല. എൻഗേജ്മെൻ്റ് ആയി. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് മിയ ഉണ്ടാതിരുന്നു. 7 വരെ മിയാക്ക് ഒന്നും മനസ്സിലായില്ല. ശരി, ഓക്കെ. മിയാക്ക് ഒന്നും അറിയില്ല. പാപം മാരേജ് അക്സെപ്റ്റ് ചെയ്തായിരുന്നു മിയാക്ക് ഒന്നും അറിയില്ല. മിയാക്ക് ഒന്നുമില്ല. മിയാക്ക് എല്ലാ ഗിഫ്റ്റ് ഓരോ 7 പേർ വന്ന ഹീറോയ്ക്ക് മിയാക്ക് ഗിഫ്റ്റ് കൊടുക്കായിരുന്നു. അങ്ങനെ ഡേയ്സ് പോയി തുടങ്ങി. ഇപ്പം മിയാക്ക് മാരേജാണ്. മിയൻ്റെ 2 ഫ്രണ്ട്സ് പറയണോ, കൺഗ്രസ് മച്ചി മാരേജക്ക് ബോഡി ഒന്നും അറിയില്ല എന്നെ പറഞ്ഞു. അയ്യോ, ഇവ ക്യൂട്ട് കാട്ടി കാട്ടി കൊല്ലുന്നല്ലോ, ഇവരുടെ പാവം ഒരു ഹസ്ബൻഡ് എന്ന് പറഞ്ഞായിരുന്നു. എന്നിനെ പാവം പറയണ എന്ത് പറഞ്ഞൊരു കാര്യമുണ്ടോ എന്നെ റോസ് പറയായിരുന്നു. അതിനിപ്പോൾ വെഡ്ഡിങ് ഡ്രസ്സ് ഇട്ട് മിയ നല്ല 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 ഭയമായിരുന്നു. മിയൊക്കെ പറഞ്ഞ ലോങ് ഹെയറാണ്. അതായത് മിയ നല്ല നല്ല ക്യൂട്ടായിട്ട് വരാൻ തുടങ്ങി. മിയനെ കണ്ടെത്തി 7 പേർ മൊത്തത്തിൽ ഫ്ലാറ്റ്. അയ്യോ, ഫ്ലാറ്റ് അങ്ങനെ അവർക്ക് മാരേജും ആയിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. മാരേജ് ആയിരുന്നു. മിയ പഠിക്കട്ടെന്ന് ഓർമ്മ ഉണ്ടാതിരുന്നായിരുന്നു. അത് എപ്പോൾ നോക്കും നല്ല കെയറിങ് ചെയ്തായിരുന്നു. അങ്ങനെ 7 പേർ മാസ്ക് ഇട്ട് കറങ്ങായിരുന്നു. ഇങ്ങനെയായിട്ട് മിയക്ക് ഒന്നും അറിയില്ലായിരുന്നു. 7 പേർ പറയായിരുന്നു ഞങ്ങളൊരു പ്രൊഫസറാണ്, ഞാൻ പറഞ്ഞു ക്ലാസ് തന്നെ എടുക്കും. ഓ, അങ്ങനെയാണോ എന്ന് മിയ പറയായിരുന്നു. ശരിപ്പാ എന്നാ പിന്നെ ജാക്സ് അങ്ങനെ പറഞ്ഞ വില്ലൻ വന്നായിരുന്നു. മിയനെ മാരേജ് കഴിക്കാനും വന്നതാണ് വില്ലൻ വന്നിട്ട് വില്ലനക്ക് കുറച്ച് വില്ലൻ വന്നതായിരുന്നു. വില്ലനക്ക് കോൾ അർജൻറ്റ് കുറച്ച് നാൾ ഇവിടെ ഇരിക്കും. വില്ലനക്ക് അർജൻറ്റ് കോൾ വന്നു. ശരി, ഓക്കെ. വില്ലൻ ഓഫീസ് പോയായിരുന്നു. വില്ലനക്ക് ഇവിടെ ഭയങ്കര ടെൻഷനായിരുന്നു. അവിടെ ഓഫീസ് വില്ലനക്ക് ഒരു കമ്പനി ഉണ്ടായിരുന്നു. അത് അവിടെ വലിയ നാട്ടിൽ അങ്ങനെ കമ്പനി വില്ലൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. സോ എന്ന് ടെൻഷനായിരുന്നു. ഡേയ്സ് പോകാൻ തുടങ്ങി. മിയ ഇപ്പോൾ 3rd ഇയർക്ക് എത്തിയായിരുന്നു. അതായത് നമ്മൾ ചില്ല കുട്ടി 3rd ഇയർക്ക് എത്തിയായിരുന്നു. അങ്ങനെ 3rd ഇയർക്ക് എത്തിയ പിന്നെ നിറയെ പ്രപ്പോസ് വരായിരുന്നു. മിയക്ക് ലവ് പ്രപ്പോസ് നിറയെ വരുന്നു. ഇത് കാണുമ്പോൾ 7 പേർക്ക് ജലസിൽ മൊത്തത്തിൽ അവർക്ക് ജലസായിരുന്നു. പാവം മിയക്കുറിച്ച് ഇങ്ങനെയായിട്ട് 1 മന്ത് ലീവ് വേണമായിരുന്നു. ട്രിപ്പ് പോകാനുണ്ടായിരുന്നു. അതെ, ട്രിപ്പ് പോകുമ്പോൾ അവിടേക്കെല്ലാം കൊണ്ടുപോകുമ്പോഴാണ് മിയക്ക് കുറേ ബോയ്സ് മിയൻ്റെ പുറമെ നടക്കുന്ന 7 പേർക്ക് കണ്ടായിരുന്നു. 7 പേർ ഫോളോ ചെയ്ത് നോക്കുമ്പോഴായിരുന്നു. ട്രിപ്പ് കഴിഞ്ഞ പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ക്ലാസ് സ്റ്റാർട്ടായിരുന്നു. പിന്നെ 1 മന്ത് ലീവ് എന്നെ പ്രിൻസിപ്പൽ പറയായിരുന്നു എല്ലാവർക്കും ഫ്രീക്ക്. അതിനായിട്ട് മിയക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. മിയ വീട്ടിൽ വന്നായിരുന്നു. അതിനായിട്ട് പീറ്റേഴ്സ് മമ്മി ഡാഡി ഇല്ലമ്മ എനിക്ക് ഒരിടത്ത് പോരുണ്ടു എന്ന് പറഞ്ഞു. അവർ മമ്മി ഡാഡിയും എസ്കേപ്പ്. അത് 47 മമ്മി എസ്കേപ്പായിരുന്നു. അങ്ങനെ പീറ്റേഴ്സ് മെമ്പർക്ക് ഒരു അനിയത്തി ഉണ്ടായിരുന്നു. ഞാൻ എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ അവർ എസ്കേപ്പായിരുന്നു. ഒന്നും മനസ്സിലായില്ല മിയാക്ക്. അങ്ങനെ 7 പേർ ഒരുമാതിരി മിയാനെ നോട്ടവിടായിരുന്നു. മിയാക്ക് ഒന്നും അറിയില്ല. പാവം 7 പേർ മിയാനെ ഒരുമാതിരി ലുക്കിടായിരുന്നു. പാവം മിയാക്ക് ഒന്നും അറിയില്ല. അങ്ങനെ മിയ പറഞ്ഞ ശരി, മിയോടെ പോയി ഞാൻ കുളിക്കാൻ പോകുന്നു. എന്നാൽ മിയ അവർ വലിയ താഴമുണ്ട് പറഞ്ഞിട്ട് 7 പേർ കുളിച്ച് ഫ്രഷായിട്ട് വന്നായിരുന്നു. മിയ പറഞ്ഞ ഇങ്ങനെ തട്ടോട് വന്നായിരുന്നു. 7 പേർ നോക്കി മിയൊക്കെ ഷോക്ക്. അയ്യോ, നിങ്ങൾ എന്ത് ചെയ്യുന്നത് കേട്ടായിരുന്നു. അങ്ങനെ 7 പേർ മിയോട് അവരും അങ്ങനെ ഞാൻ ഷോർട്ട് പാൻറ്റ് ഇട്ടായിരുന്നു. അങ്ങനെ ഹീറോ ജിന്ന് പറയുന്നത് ജിന്ന് പിടിച്ച് മിയനെ കിസ്റ്റ് അതായത് വിട് തന്നെ എന്നാൽ മിയൊക്കെ അറിയാമായിരുന്നു. വിട് പറയായിരുന്നു. 7 പേർ ശരി ഇപ്പോൾ ആയത് പറഞ്ഞ് അതിന് ഡേയ്സ് പോകാൻ തുടങ്ങി. മിയ കൂടെ അവർ ടെസ്റ്റ് ചെയ്തായിരുന്നു. ഡേയ്സ് പോകാൻ തുടങ്ങി. മിയ പെണ്ണിട്ടായിരുന്നു. മിയൊക്കെ ഫുഡ് അത് കഴിക്കായിരുന്നു. അങ്ങനെയായിട്ട് മമ്മി ഡാഡി വന്നു. മിയാൻ്റെ മമ്മിക്ക് ഷാക്കായിരുന്നു. എന്താ ഇവിടെ നടക്കുന്നത് ഒന്നും മിയാൻ്റെ മമ്മിക്ക് ഡാഡിക്ക് ഷാക്കായിരുന്നു. അങ്ങനെ ഒരാളെ കുറിച്ച് കാല് നിൽക്കായിരുന്നു. 2 പേരും കൂടി ഒരാൾ കാല് നിൽക്കായിരുന്നു. പിന്നെ ഒരാൾ ജിമ്മി പറയായിരുന്നു. എടാ ഞാൻ കുറിച്ച് കാല് നിൽക്കുന്നത്. അങ്ങനെ 2 പേരും കാല് നിൽക്കായിരുന്നു. ജിന്ന് തല മസാജ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഓരോ നാളും ഇന്നൊക്കെ കഴിച്ചോ ഇതൊക്കെ അങ്ങനെയായിട്ട് ഫുഡ് ഊട്ടായിരുന്നു. അത് ജ്യൂസ് കുടിക്കുന്നത് അവർ ക്യാരിങ് ചെയ്ത് കൊണ്ട് മമ്മിക്ക് തല കറക്കാറുണ്ടായിരുന്നു. എന്താ ഇവിടെ നടക്കുന്നത് മിയുടെ മമ്മിക്ക് ഡാഡിക്ക് ഷാക്കായിരുന്നു. ഇത് കണ്ടിട്ട് എന്താ വീട്ടേഴ്സ് മമ്മി ഡാഡീനെ മുറിക്കായിരുന്നു എന്ന് പറയായിരുന്നു. നിങ്ങളിങ്ങനെയൊക്കെ ക്യാരിങ് ചെയ്തിനാ ഇവർ നോക്കി എത്ര ക്യാരിങ് ചെയ്ത് എന്ന് പറയുന്നത്. എനിക്ക് 7 പേർ നിൽക്കുമ്പോൾ ഞാൻ മുറിച്ചൊടിയിലുണ്ടായത് കൊണ്ട് നിങ്ങൾ വന്ന് എന്നെ ക്യാരിങ് ചെയ്താ എന്ന് പറയായിരുന്നു. ഡാഡി അയ്യോ എനിക്ക് 7 പിള്ളേർ ഇടക്കൊരുത്തേട് അതിനായിട്ട് ഇങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. അതിനായിട്ട് അങ്ങനെ മിയക്ക് കുട്ടി ജനിച്ചായിരുന്നു. അത് 8 കുട്ടികൾ ജനിച്ചായിരുന്നു. ഒരു ഗേൾ ബേബി 7 ബോയ് ബേബിയാണ്. മിയാനെ നന്നായിരിക്കും. മിയാൻ ബേബീസ് നല്ല കെയറിങ് ചെയ്തായിരുന്നു. മിയാണ് ഇപ്പം ബേബീസ് വളരെ പോകുന്നത്. ബേബിക്ക് 1 വയസ്സായി. ഇപ്പം മാരേജ് ഭയങ്കര ഹാപ്പിയായിരുന്നു. മാരേജ് ഡം പാട്ട് പാടാനെല്ലാം മാരേജ് ആണ്.
അതുകൊണ്ട് നല്ല മാരേജ് ആയിരുന്നു. അതെ പീറ്റേഴ്സ് മെമ്പറിൻ്റെ അനിയത്തിക്ക് മാരേജ് ആയിരുന്നു. അതെ മാരേജാണ്. അനിയത്തി പറഞ്ഞ ഡോക്ടറാണ്, അവർക്ക് മാരേജ്. അങ്ങനെ അവർ മാരേജൊക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ അവർക്ക് മാരേജ് കഴിഞ്ഞ് കുറേ ഡേയ്സ് കഴിഞ്ഞ് 2 ഫ്രണ്ട്സൊക്കെ മാരേജ്. ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ എന്ന് പറഞ്ഞ ദിയക്ക് മാരേജ് ഓൾറെഡി ആയിരുന്നു. റോസിൻ്റെ മാരേജൊക്കെയാണ് വന്നത്. റോസ് പറയുന്നത് അയ്യോ എനിക്ക് ടെൻഷനാണ്. ഒന്ന് ടെൻഷൻ ആക്കണ്ട. എൻ്റെ മിയ പറയുന്നു എനിക്ക് 8 വയസ്സ് എന്തും ഭയങ്കര ഹാപ്പി പറയുന്നു. വീട്ടിൽ സമയം ചിരിക്കായിരുന്നു. അവർ കയ്യിൽ വരുന്ന ബേബിയാണ്. എന്താ മിയ പറയുന്നു ഞാൻ അവിടെ നോക്കും വീട്ടിൽ സമയത്ത് മമ്മീൻ്റെ കയ്യിൽ ഒരു ബേബി ഉണ്ട്, ഗേൾ ബേബി. അത് മിയൻ്റെ മാത്രമേ ഉച്ച വെച്ചില്ല വിയ വഴി. അങ്ങനെ ഗേൾ ബേബി അതിനെ പറിച്ചിട്ട് കൊഞ്ചിലായിരുന്നു. മിയവും വീട്ടിൽ സമയം മമ്മിയും കൊഞ്ചുണ്ടായിരുന്നു. അതിനായിട്ട് ഭയങ്കര ഹാപ്പിയായിരുന്നു മിയക്ക്. ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് ഹാപ്പിയായിരുന്നു. അങ്ങനെ വില്ലൻ അതേ മാരേജൊക്കെ വന്നായിരുന്നു. വില്ലൻ വന്ന് നോക്കും. വില്ലനൊക്കെ ഷോക്കായിരുന്നു. വില്ലനോട് ഫ്രണ്ട്സിൽ പറയണ്ട അവൾക്ക് മാരേജ് ആയി, ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് എൻ്റെ ഫ്രണ്ട്സ് പറയായിരുന്നു. ഇത് നമ്പിക്കയില്ലാതെ വന്ന് നോക്കുമ്പോൾ ആ ഗേൾ ബേബി കാണുമ്പോൾ ഉറിച്ച് വെച്ചു. വില്ലനക്ക് ഒരുമാതിരിയായ ടെൻഷനായിരുന്നു. വില്ലൻ വേറെ വയ്യില്ല. വില്ലൻ പറഞ്ഞു പീറ്റേഴ്സ് മെമ്പർ ശരി ഇവളെ എങ്ങനെ ഞാൻ എന്നെ മാരേജ് കഴിക്കും. വില്ലനൊരു പ്ലാൻ ചെയ്ത് മിയക്ക് ഒരു കുടിക്കുന്ന ജ്യൂസിൽ എന്നെ കുടിക്കുന്ന ജ്യൂസിലാണ് ഇരിക്കുകയായിരുന്നു. ഒരു പാർട്ടിയായിരുന്നു. അങ്ങനെ വില്ലൻ പ്ലാനിട്ട് ഇത് ജങ്കുക്ക് ശ്രദ്ധിക്കായിരുന്നു. ഓഹോ എനിക്ക് ഓൾറെഡി നിന്നെ അറിയടാ എന്ന് ജങ്കുക്ക് റിയാക്ഷൻ വെച്ചായിരുന്നു. ശരിടാ വെച്ചിട്ടുണ്ട് ആപ്പ് എന്ന് ജങ്കുക്ക് ഹീറോയി കുടിക്കുന്ന ജ്യൂസിനെ ഒരു ഗേൾ വന്നായിരുന്നു. ഗേൾ പറഞ്ഞ ആ ഗേളിനെ വിളിച്ചായിരുന്നു. എന്തപ്പാ എന്ന് പറയുന്നു. എന്തപ്പാ എന്നിട്ട് ഗേള് പറഞ്ഞ നിറയെ ഗേൾസ് എല്ലാം ഉണ്ടായിരുന്നു. അതിലൊരു ഗേളിനെ വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞ അതെ വില്ലൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആയിരുന്നു. ഞാൻ വിളിപ്പിച്ചായിരുന്നു വില്ലൻ പറഞ്ഞ് വേറെ ഗേൾസിനെ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് കുറച്ച് ഗേൾസിന് വെച്ച് സെറ്റപ്പ് ചെയ്ത് അങ്ങനെയായിട്ട് വില്ലൻ്റെ ഡി വന്ന് അവനെ തല്ലി അവനെ കൊണ്ടുപോയായിരുന്നു. വില്ലനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, പാവമില്ലൻ. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഭയങ്കര ഹാപ്പി എൻഡിങ് സ്റ്റോറീസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഫ്രണ്ട്സ്. ബൈ ബൈ ടാടാ.